ലാലേട്ട വീണ്ടും ഈ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ് വരുന്നത്. ദേവദൂതൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം, അന്നത്തെ ഒരു മുഹൂർത്തം, അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്ന കോസ്റ്റ്യൂമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇന്നും അതിൻ്റെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്ന് ഓർക്കുക? ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഓർക്കാനുള്ളതല്ല, അല്ല സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ആ ഡ്രസ്സുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. അത് ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കിയല്ലേ, നമ്മളൊരു കളർ സ്കീം ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സിങ്ങുകളിലാണ് അതിൻ്റെ കളറൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. സാധാരണ പല സിനിമകളിലും അങ്ങനെ സംഭവിക്കാറില്ല. എന്തെങ്കിലും ഡ്രസ്സുകൾ ഇടാം, ഇതിനു മുമ്പ് ഒരു കളർ ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുകളാക്കി. അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമുണ്ട്. അതിന് തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മൾ ഒരു താങ്ക്സ് പറയുന്നു. കാര്യം ഇത് രണ്ടാമത് 24 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതൊന്നും അന്ന് ധാരണയില്ലല്ലോ. അപ്പം കാണാൻ നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കും. ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണ്ടത്. ഇനി ലാലേട്ടൻ ഇത്ര മനസ്സിൽ ഇപ്പൊ ദേവദൂതൻ സ്ഫടികം നേരത്തെ വന്നു, ഇപ്പൊ ദേവദൂതം വരുന്നു. ഇനി ലാലേട്ടന്റെ മനസ്സിൽ നേരത്തെ റിലീസ് ചെയ്ത സിനിമയിൽ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ളവർ? അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡ് ഉണ്ടായി അത്തരത്തിൽ സിനിമകൾ വരട്ടെ. അങ്ങനെ ഒരു പർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ലാലേട്ടൻ ഈ സിനിമയിലെ ഏറ്റവും ഐക്കോണിക് ആയ ഡയലോഗാണ് അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് തുടങ്ങുന്ന വരി. അപ്പൊ അത് പറയുമ്പോൾ ലാലേട്ട കണ്ണുകളിൽ ഒരു ആർദ്രതയുണ്ട്, ഒരു ജീവസാക്ഷാത്കാരം ലഭിച്ച ഒരു സംഗീതജ്ഞന്റെ പൂർണ്ണതയുണ്ട്. ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർജിയാണ്. പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ദൈവത്തെയാണെന്ന്. ലാലേട്ടൻ ആ ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നത് ആരാണ്? അങ്ങനെ ഇപ്പം ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആ ഒരു നിമിഷമല്ലേ, അതിപ്പോൾ തീർച്ചയായിട്ടും ഓൾമൈറ്റി തന്നെ ആയിരിക്കും. ദൈവത്തിൻ്റെ മുകളിലുള്ള ഒരാളാണ്, അതാരാണെന്ന് അറിയില്ല. ഈ സിനിമ 24 വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു. ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു പോയെടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു. അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു. ഈ പുതിയ ജനറേഷനോട് ദേവദൂതനെ പറ്റിയിട്ട് ഒരു ഇൻട്രോ ലാലേട്ടൻ എന്താ പറയുക? അങ്ങനെയല്ല, അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന് പുറകിലുണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പം ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഉണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടാവുക, ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക, വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാവുക, പല സിനിമകളിലും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമ വീണ്ടും കാണുക. നിങ്ങൾ കണ്ടിട്ട് ഒരു 24 വർഷം മുമ്പ് നിങ്ങളൊരു സിനിമ എടുത്തിരുന്നു. അങ്ങനെ അന്നേ മലയാള സിനിമ NDT വഴി ചെറിയൊരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ അതൊക്കെ ആ 24 വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞല്ലോ, ലാലേട്ടനടുത്ത് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലേട്ടൻ പറഞ്ഞു? ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു, ഇവർ രണ്ടുപേരും ഒന്ന് കാണുക. വളരെ സന്തോഷം തോന്നി. കാര്യം അതൊരു വലിയ കാര്യമാണ്. കാര്യം അന്ന് ആ സിനിമ ഇപ്പം പറഞ്ഞു പിന്നെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാമല്ലോ. നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്തൊരു സിനിമ അതന്ന് സക്സസ് ആയില്ല. അപ്പം അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം ഇവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം തോന്നിയ കാര്യം തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തോന്നിപ്പിക്കുകയാണല്ലോ അങ്ങനെ സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പം ആ തോന്നിപ്പിക്കുന്നത് ആരോടും എന്തോ പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യം നടക്കട്ടെ, അതൊരു നല്ല വാക്കായി മാറട്ടെ, നല്ലൊരു സെൻറ്റൻസായി മാറട്ടെ. നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി വരിക എന്നുള്ളത് ഒരു നിയോഗം കൂടിയാണ്. അപ്പോൾ ആ നിയോഗം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിബി സാർ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു.
രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. തിയേറ്ററിലെത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ്, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ, നമ്മൾ പറയില്ല ചില കനികൾ, ഇപ്പം എനിക്ക് പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കിട്ടിയൊരു മുത്താണ്, അത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ ഇനി കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാവും എൻ്റെ കൂടെ തിയേറ്ററിൽ, അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ കോക്കേഡ് സിനിമയുമായിട്ട് 3-4 സിനിമകൾ ചെയ്തു. ഇനിയുള്ളൊരു യാത്ര ഇപ്പം വീണ്ടും അദ്ദേഹത്തിൻ്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇവരുമായിട്ടൊരു കൈകോർക്കാൻ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. സിയാദുക്കായി ലാലേട്ടനൊക്കെ ഒരുമിച്ച്. ആ വാക്ക് തന്നെയാണ്, അതിൻ്റെ ഭാഗ്യം എനിക്കുണ്ടാകട്ടെ. തീർച്ചയായും. ശരി സാർ, ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്ത് ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല, ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല. വിശാൽ 2 പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നുണ്ടോ? അപ്പം അതിലേക്കൊരു അന്നും ലാലേട്ടൻ 2000-കളിലൊരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവുക, ആ ചോയ്സിനെ സിബി സാർ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇത് വളരെ യാദൃശ്ചികമായിട്ടാണ്. നമ്മൾ ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാൽ നമ്മളുടെ ഉള്ളിലില്ല. നമ്മളൊരു ആദ്യം എഴുതുമ്പോൾ ഒരു 7 വയസ്സുകാരൻ കുട്ടിയായിരുന്നു ഇതിൻ്റെ പ്രോട്ടഗണിസ്റ്റ്. അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. പിന്നീട് യാദൃശ്ചികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാല് ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിലേക്ക് വരുത്തേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത്. പക്ഷേ ലാല് വരുന്നതും കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു എന്താണ് മാനം ഉണ്ടാവുകയാണ്. ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം അന്ന് ഒരു സാധാരണ ഒരു ന്യൂക്കമറ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമതൊരു റിലീസിന് ഒരു പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റീ റിലീസിൻ്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത്. ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ ഓഡീഷന് 2 മാർക്ക് കൊടുത്ത നടൻ പിന്നീട് 2 ദേശീയ അവാർഡ് വാങ്ങിക്കുക, ദേവദൂതനെ പോലെ കാലത്തിന് അതിജീവിച്ച ഒരു സിനിമയിൽ നായകനാവുക, ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് അന്ന് കൊടുത്ത 2 മാർക്കിൽ 2 നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ 2-3 തവണ ഇനിയും കിട്ടുമായിരുന്നെങ്കിൽ. അതിൻ്റെ പാട്ടിലെ ആ കീബോർഡിൽ നിന്ന് ഒരു ചേഞ്ചിങ് വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിന്റെ ഇതാണ്. അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിബി സാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു? ലാലേട്ടൻ ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിനുണ്ടാവും സന്തോഷമുണ്ടല്ലോ. അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത്. അതെങ്ങനെയാണ് സിബി സാർ? ഇതൊക്കെ സംഭവിക്കുകയാണ്. നമ്മൾ ഒരു എന്താണ് ലാലെപ്പോഴും പറയാനുള്ള ഒരു വാക്കാണ്, നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ്. ഒന്നും വലിയ പ്ലാൻ. ഇപ്പം നേരത്തെ ഭരതത്തിൻ്റെ കഥ പറഞ്ഞു. ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നുമില്ല, അപ്പോൾ സംഭവിച്ച സിനിമകളാണ്. അതേപോലെ മോഹൻലാലിനെ എപ്പോഴും ഒരു ആക്ടർക്ക് നമ്മൾക്കങ്ങനെ വലിയ എന്താണ് കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വലുതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ കഴിവുള്ളൊരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈന്യൂട്ടായിട്ട് കാര്യങ്ങളൊന്നും നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ഈസ് എ ബോൺ ആക്ടർ. 24 വർഷം മുമ്പ് ഒരു ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ആ 24 വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുകയാണ് ലാലേട്ടനും സിയാദുക്കായി നിങ്ങൾ 3 പേരിക്കും എന്തെങ്കിലും രസകരമായ ഒരു മുഹൂർത്തം ഓർത്തെടുക്കാൻ കഴിയുമോ? ഒന്നില്ല, ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ പറയാൻ സമയമില്ലല്ലോ. ഓർമ്മ മതി. ഞങ്ങളുടെ എല്ലാ എന്താണ് ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ്, ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ്, ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാം കൂടെ പങ്കുവെക്കാൻ അതിൽ നിന്ന് മാത്രം വേർതിരിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ല. സിയാദുക്കാക്ക് എന്ത് പറയണമെന്ന് അല്ല, ഞാനിക്കല്ല, ഞാൻ പറഞ്ഞ തിരുമേനിയോട് അപ്പോൾ തിരുമേനി തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമയിലെ വലിയ ഒരു വക്താവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരികൾ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കിന് വരികൾ എഴുതിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിനും കഴിഞ്ഞില്ലേ? സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.